രണ്ട് ചാനൽ മേധാവികൾ കുരുക്കിലേക്കാകാൻ പോകുന്ന കാഴ്ചയാണ് ഇനി കാണാനുള്ളത്. ഒന്ന്, മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോടികൾ പൊടിച്ചിട്ടും ജനങ്ങളെ വിഡ്ഢിയാക്കി മാറ്റിയ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ. രണ്ട്, ഏഷ്യാനെറ്റ് ചാനൽ മേധാവി രാജീവ് ചന്ദ്രശേഖര. രണ്ടിന്റെയും പരിപാടി ഉഡായിപ്പ് തന്നെ. മെസ്സിയെ കൊണ്ടുവരാനെന്ന വകയിൽ നടത്തിയ തട്ടിപ്പ് ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. രാജീവ് ചന്ദ്രശേഖരന്റെ പുറത്തു വന്നിട്ടുണ്ട്. കർണാടക ഭൂമി കുംഭകോണത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായിട്ട് പരാതിക്കാരനായ ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ KN ജഗദേഷ് കുമാർ എത്തിയിരിക്കുകയാണ്. ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന KIADB കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നുമെടുത്ത ഭൂമി വിറ്റ 500 കോടി രൂപയോളം രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബം കൈക്കലാക്കി എന്നതാണ് പരാതി. 1994 രാജീവ് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് KIADB വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനിക്ക് വലിയ തുകയ്ക്ക് വിറ്റു എന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. BPL ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയത്. ഭാര്യ പിതാവും ഇതിന്റെ ഡയറക്ടർമാരാണ്. KIADB പ്രകാരം 3 മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം അതിലൊരു ഇഷ്ടിക പോലും അവർ വെച്ചിട്ടില്ല. പദ്ധതി പ്രകാരം അവർ 6 കോടി നിക്ഷേപം നടത്തി. 2009 ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറിച്ചു വിറ്റു. ഇതാണ് ജഗദീഷ് കുമാറിന്റെ പരാതി. അവർ കർഷകരെയും KIADBയെയും പറ്റിച്ചുവെന്നും 2009 BJP മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു ഈ ഭൂമി വിൽക്കാൻ ഇവർക്ക് അനുമതി നൽകിയ അദ്ദേഹം ആരോപിച്ചു. തട്ടിപ്പിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകർക്ക് വേണ്ടിയാണ് താൻ പോരാടുന്നത്. വലിയ ചതിയാണ് നടന്നിരിക്കുന്നത്. നിയമവിരുദ്ധമായി അവർ പണം കൈക്കലാക്കി. ഇതിൽ മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. കർഷകർക്ക് 1 ഏക്കറിന് 1 ലക്ഷം എന്ന രീതിയിലാണ് ലഭിച്ചത്. BJP നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരന് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെന്നും പക്ഷേ അത് കാര്യമാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ്. പരാതി നൽകിയതിനു ശേഷം ഭീഷണി നേരിടുന്നതെന്നും ജഗദേഷ് കുമാർ പറയുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ അഴിമതിക്ക് കൂട്ടുനിന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോപണത്തിലുണ്ട്. നിയമവിരുദ്ധമായി ഭൂമി ഏറ്റെടുത്ത് വലിയ ലാഭമുണ്ടാക്കി. ഭൂമി വിൽക്കുന്നതിന് മുൻപ് ഭൂമി ബാങ്കിൽ പണയം വെച്ചു. രാജീവ് ചന്ദ്രശേഖരനെ എതിരെ പോകരുതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്നും ഒന്നിനെയും പേടിയില്ല എന്നും ജഗദേഷ് കുമാർ പറയുകയാണ്. രാജീവ് ചന്ദ്രശേഖരും കുടുംബവും കർണാടകത്തിലെത്തി നടത്തിയ തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ അറിയണം. നിലമംഗലത്തിലെ ഭൂമി ലീസിനാണ് നൽകിയത്. ഫാക്ടറി കെട്ടുമെന്നും തൊഴിൽ നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സുപ്രീം കോടതി, കർണാടക ഹൈക്കോടതി, CBI, ED, കർണാടക മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്കാണ് ജഗദേഷ് പരാതി നൽകിയിരിക്കുന്നത്. BPL ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ, അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ, മുൻ മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു എന്നിവർക്കെതിരെയാണ് പരാതി. BPL കളർ TVകൾ നിർമ്മിക്കാൻ മംഗളയിലെ കർഷകരിൽ നിന്നുള്ള ഭൂമി KIADB 175 ഏക്കറുകൾ അഞ്ജലി രാജീവ് ചന്ദ്രശേഖരനും അജിത് ഗോപാൽ നമ്പ്യാർക്കും 1995 ഏപ്രിൽ 7 നൽകിയിരുന്നു. കർഷകർക്ക് 1 ഏക്കറിന് 1.1 ലക്ഷം എന്ന നിലയിലാണ് നഷ്ടപരിഹാരം നൽകിയത്. 1995 മെയ് 23 KIADB 149 ഏക്കറിന് BPL ഇന്ത്യ ലിമിറ്റഡിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. എന്നാൽ 2004 വരെ അജിത് ഗോപാൽ നമ്പ്യാരും അഞ്ജലിയും ഒരു വികസനവും ആ ഭൂമിയിൽ ചെയ്തിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനിടെ 149 ഏക്കറും 5.5 ഗുണ്ടാസും ബാങ്ക് ഓഫ് ബഹ്റൈൻ ആൻഡ് കുവൈറ്റിൽ പണയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിന് 2004 ജനുവരി 7 KIADB അനുമതി നൽകിയിട്ടുണ്ട്. 2006 നവംബർ 28 KIADBയിൽ നിന്നും BPL ഇന്ത്യ ലിമിറ്റഡിന് അനുകൂലമായി സമ്പൂർണ്ണ വിൽപ്പന രേഖയും ലഭിച്ചു. തുടർന്ന് 87.3275 ഏക്കർ ഭൂമി 2011 ഫെബ്രുവരി 25 മാരുതി സുസുക്കിക്ക് 275 കോടി 47 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 33 ഏക്കറും 14 ഗുണ്ടാസും 2009-2010 കാലയളവിൽ 31 കോടി രൂപയ്ക്ക് വീണ്ടും മാരുതിക്ക് തന്നെ വിറ്റു. 2011 ബാക്കിയുള്ള 3 ഏക്കറും 36.83 ഗുണ്ടാസും BOC ലിമിറ്റഡിന് 4 കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ബാക്കിയുണ്ടായ 25 ഏക്കറും 5.5 ഗുണ്ടാസും ജിൻഡാൽ അലൂമിനിയം ലിമിറ്റഡിനും 33.50 കോടി രൂപയ്ക്ക് വിറ്റു എന്ന് പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇനി റിപ്പോർട്ടറിന്റെ കഥ പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ കൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മെസ്സി വരുമെന്ന് പറഞ്ഞ് അടിച്ചതിന്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ചർച്ചയാകുന്ന പഴയ ആ മുട്ടിൽ മരമുറി കേസ് കൂടിയാണ്. അങ്ങനെ 2 പ്രമുഖ ചാനൽ മേധാവികൾ അഴിയാക്കുരുക്കിലേക്ക് പോകാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.